വെൽക്കം ടു ക്യൂബേറ്റ് അക്കാഡമി. ഇന്ന് നമ്മൾ എക്കണോമിക്സിലെ ഇന്ത്യൻ ഫിസിക്കൽ സിസ്റ്റം എന്നുള്ള ടോപ്പിക്കാണ് നോക്കാൻ പോകുന്നത്. ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ദ യൂണിയൻ ബഡ്ജറ്റ് ഓഫ് ഇന്ത്യ. നമുക്കറിയാം അല്ലേ, നമ്മൾ യൂണിയൻ ബഡ്ജറ്റിനെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾ 112 ആനുവൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ള പേരിൽ എന്തിനെക്കുറിച്ച് പറയുന്നത്, ബഡ്ജറ്റ് എന്നതിനെക്കുറിച്ച് പറയുന്നത്. നിലവിൽ എല്ലാ വർഷവും ഫെബ്രുവരി 1 നമ്മുടെ ഫൈനാൻസ് മിനിസ്റ്ററാണ് അവതരിപ്പിക്കാറുള്ളത്, ബഡ്ജറ്റ് അവതരിപ്പിക്കാറുള്ളത്. ഈ ഗവൺമെൻറ് ബഡ്ജറ്റിന് രണ്ട് ഭാഗങ്ങളുണ്ട്, ഒന്ന് റവന്യൂ ബഡ്ജറ്റും ഒന്ന് ക്യാപിറ്റൽ ബഡ്ജറ്റും. ഓക്കെ, അതിൽ ആദ്യത്തെ ഭാഗമാണ് ഏതെന്ന് വിളിക്കുന്നത് റവന്യൂ ബഡ്ജറ്റ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ആൻഡ് രണ്ടാമത്തെ ഭാഗമാണ് ഏത്, ക്യാപിറ്റൽ ബഡ്ജറ്റ് എന്ന് വിളിക്കുന്നത്. ഇനി ഈ റവന്യൂ ബഡ്ജറ്റിലേക്ക് പോവുകയാണെങ്കിൽ റവന്യൂ ബഡ്ജറ്റിന് വീണ്ടും രണ്ട് ഭാഗങ്ങളുണ്ട്, ഒന്ന് റവന്യൂ റെസീപ്റ്റ്സ്, രണ്ട് റവന്യൂ എക്സ്പെൻഡിച്ചർ. ആൻഡ് ക്യാപിറ്റൽ ബഡ്ജറ്റിലും ഇൻ ദ സെയിം മീനിങ്, ദ ക്യാപിറ്റൽ റെസീപ്റ്റ്സ് ആൻഡ് ദി ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഈ റവന്യൂ ബഡ്ജറ്റ് അല്ലെങ്കിൽ എന്താണ് ക്യാപിറ്റൽ ബഡ്ജറ്റ്, എന്താണ് റവന്യൂ റെസീപ്റ്റ്സ് അല്ലെങ്കിൽ എന്താണ് റവന്യൂ എക്സ്പെൻഡിച്ചർ. അപ്പോൾ അത്തരം വാക്കുകൾ കൊണ്ട് എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇനി റവന്യൂ ബഡ്ജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ അടങ്ങുന്നതാണ് ഏത് റവന്യൂ ബഡ്ജറ്റ് എന്ന് വിളിക്കുന്നത്. ഒന്നെന്താണ് റവന്യൂ എക്സ്പെൻഡിച്ചറും അതുപോലെ തന്നെ രണ്ട് ഏതാണ് റവന്യൂ റെസീപ്റ്റ്സും. അതിലെന്താണ് റവന്യൂ റെസീപ്റ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് നോക്കാം. ദ റവന്യൂ റെസീപ്റ്റ്സ് ആർ ദ റെസീപ്റ്റ്സ് വിച്ച് ഡു നോട്ട് ഹാവ് ദ ഡയറക്റ്റ് ഇമ്പാക്ട് ഓൺ ദ അസറ്റ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് ദ ഗവൺമെൻറ്. അതായത് ഗവൺമെൻറ്റിൽ ഡയറക്റ്റ് ഇമ്പാക്റ്റോ, അതായത് ഗവൺമെൻറ് അസറ്റുകളിൽ ഡയറക്റ്റ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാത്ത കാര്യങ്ങളാണ് ഏത് ഈ റവന്യൂ റെസീപ്റ്റ്സ് എന്ന് വിളിക്കുന്നത്. ഉദാഹരണമായിട്ട്, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ദി മണി ഏൺഡ് ബൈ ദി ഗവൺമെൻറ് ത്രൂ ടാക്സ്. അതായത് ടാക്സിലൂടെ കിട്ടുന്ന പണം. ഗവൺമെൻറ് എന്നാണ് ടാക്സിലൂടെ കിട്ടുന്ന പണത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് റവന്യൂ റെസീപ്റ്റ്സ് എന്ന് വിളിക്കുന്നത്. അത് ഫോർ എക്സാമ്പിൾ സച്ച് ആസ് എക്സൈസ് ഡ്യൂട്ടി ആവാം, അല്ലെങ്കിൽ എന്താണ് ഇൻകം ടാക്സ് ആവാം, അല്ലെങ്കിൽ ചിലപ്പോൾ നോൺ ടാക്സ് സോഴ്സസ് ആവാം, സച്ച് ആസ് ഡിവിഡൻഡ് ഇൻകം, പ്രോഫിറ്റ്, ഇൻട്രസ്റ്റ് റെസീപ്റ്റ്സ്. അപ്പോൾ ഗവൺമെൻറ്റിന് ടാക്സിലൂടെയോ നോൺ ടാക്സിലൂടെയോ കിട്ടുന്നവയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇത് റവന്യൂ റെസീപ്റ്റ്സ് എന്ന് വിളിക്കുന്നത്. ശ്രദ്ധിക്കുക, ഇത് ഗവൺമെൻറ്റിൻ്റെ ഒരു ക്യാപിറ്റൽ സ്ഥാപനത്തിൽ നിന്നുള്ള വരുമാനമല്ല. അതാണ് ഇതിൻ്റെ പ്രത്യേകത. എന്താണ്, ഗവൺമെൻറ്റിൻ്റെ ഒരു ക്യാപിറ്റൽ, ലൈക്ക് ഇപ്പോൾ റെയിൽവേ എന്ന് പറയുന്ന ഗവൺമെൻറ് ഒരു ക്യാപിറ്റൽ സ്ഥാപനമാണല്ലേ, ആ ക്യാപിറ്റൽ സ്ഥാപനത്തിൽ നിന്നുള്ള വരുമാനമല്ല, അല്ലാതെ കിട്ടുന്ന. അപ്പോൾ ടാക്സ് ആവാം, നോൺ ടാക്സ് ആയിരിക്കാം. ആ ടാക്സിൽ തന്നെ ഡയറക്റ്റ് ടാക്സ് ഉണ്ട്, ഇൻകം ടാക്സ് ഉണ്ട്, അല്ലെങ്കിൽ കസ്റ്റംസ് ഡ്യൂട്ടി ഉണ്ട്, ഇൻഡയറക്റ്റ് ടാക്സുകൾ, അങ്ങനെ പല പല ടാക്സുകൾ. ഇനി റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് ദ എക്സ്പെൻഡിച്ചർ ബൈ ദി ഗവൺമെൻറ് വിച്ച് ഡസ് നോട്ട് ഇമ്പാക്ട് ദ അസറ്റ് ഓർ ലയബിലിറ്റീസ്. ഫോർ എക്സാമ്പിൾ, ദിസ് ഇൻക്ലൂഡ് സാലറീസ്, ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്, പെൻഷൻ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ്. അതായത് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ചിലവാണ്. റവന്യൂ റെസീപ്റ്റ്സ് എന്ന് പറയുന്നത് എന്തായിരുന്നു, ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇൻകം ജനറേഷൻ ആയിരുന്നുവെങ്കിൽ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് വിളിക്കുന്നത് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ചിലവാണ്, അഥവാ എക്സ്പെൻഡിച്ചറാണ്. പക്ഷെ എന്ത് ചെയ്യുന്നില്ല, ഗവൺമെൻറ് അസറ്റ്സിനെയോ അല്ലെങ്കിൽ ലയബിലിറ്റീസിനെയോ എന്ത് ചെയ്യുന്നില്ല, ഇത് ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യുന്നില്ല, എഫക്റ്റ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഇമ്പാക്റ്റ് ചെയ്യുന്നില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഉദാഹരണമായിട്ട് സാലറീസ് അല്ലേ, ഈ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്ക് എന്താണ് ശമ്പളം കൊടുക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്സ് ആയിരിക്കാം, പെൻഷൻ കൊടുക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് ആയിരിക്കാം. അതിനെയൊക്കെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇത് റവന്യൂ എക്സ്പെൻഡിച്ചർ. അപ്പോൾ റവന്യൂ ബഡ്ജറ്റിൽ തന്നെ പ്രധാനപ്പെട്ട രണ്ട് അക്കൗണ്ടുകളാണ് കാണാൻ പറ്റുക, ഒന്ന് റവന്യൂ റെസീപ്റ്റ്സും, രണ്ട് എന്താണ് റവന്യൂ എക്സ്പെൻഡിച്ചറും. ഓക്കെ, ഇനി രണ്ടാമത്തെയാണ് ഇത് ക്യാപിറ്റൽ ബഡ്ജറ്റ്. ക്യാപിറ്റൽ ബഡ്ജറ്റിലും അങ്ങനെ തന്നെയാണ്. ഒന്ന് എന്താണ്, ഇറ്റ് ഇൻക്ലൂഡ്സ് ദ ക്യാപിറ്റൽ റെസീപ്റ്റ്സ് ആൻഡ് ദി ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. അതായത് ക്യാപിറ്റൽ റെസീപ്റ്റ്സും അതുപോലെ തന്നെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും അടങ്ങുന്നതാണ് ഏത് എന്ന് വിളിക്കുന്നത് ക്യാപിറ്റൽ ബഡ്ജറ്റ്. ഓക്കെ, എന്താണ് ക്യാപിറ്റൽ റെസീപ്റ്റ്സും അതുപോലെ തന്നെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും അടങ്ങുന്നതാണ് ഏതെന്ന് വിളിക്കുന്നത് ക്യാപിറ്റൽ ബഡ്ജറ്റ്. അതിലിനി ക്യാപിറ്റൽ റെസീപ്റ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇറ്റ്സ് ഇൻഡിക്കേറ്റ് ദ റെസീപ്റ്റ്സ് വിച്ച് ലീഡ് ടു എ ഡിക്രീസ് ഇൻ അസറ്റ്സ് ഓർ ആൻ ഇൻക്രീസ് ഇൻ ലയബിലിറ്റീസ് ഓഫ് ദി ഗവൺമെൻറ്. അതായത് ഇത് അസറ്റിനെയും അതുപോലെ തന്നെ ലയബിലിറ്റീസിനെയും ബാധിക്കുന്നു. അതായത് എന്താണ്,
അസറ്റ്സിൽ എന്ത് ചെയ്യുന്നു, ഒരു പക്ഷേ കുറവ് വരുത്താം. അതുപോലെ തന്നെ ലയബിലിറ്റീസ് ഒരു പക്ഷേ ഇൻക്രീസ് ചെയ്യുന്നതാവാം, കൂടുന്നതായിരിക്കാം തുടങ്ങിയവയാണ്. അപ്പോൾ ക്യാപിറ്റൽ റെസീപ്റ്റ്സ് എന്ന് പറഞ്ഞാൽ ഇൻകം തന്നെയാണ്, പക്ഷെ അതെങ്ങനെയാണ് വരുന്നത്? ഒന്ന് എന്ന് വിളിക്കുന്നത് എന്താണ്? ദ മണി ഏൺഡ് ബൈ ദ സെല്ലിംഗ് ഓഫ് അസറ്റ്സ് ഓർ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് സച്ച് ആസ് ഷെയർസ് ഓഫ് പബ്ലിക് എൻ്റർപ്രൈസസ്. ഒന്നെന്താണ്? പബ്ലിക് എൻ്റർപ്രൈസസിൻ്റെ ഷെയർസ് വിൽക്കുന്നു, അഥവാ ഒരു കമ്പനിയുടെ അസറ്റുകൾ. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഗവൺമെൻറ്റിന് ഒരു കമ്പനി ഉണ്ടെന്ന് വയ്ക്കുക. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഗവൺമെൻറ്റിന് എക്സ് എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട്. ഈ എക്സ് എന്ന് പറഞ്ഞ കമ്പനിക്ക് 100% ഷെയറുകളിൽ ഒരു 40% ഷെയർ പബ്ലിക്കിലേക്ക് വിൽക്കുന്നു. അങ്ങനെ പബ്ലിക്കിലേക്ക് വിൽക്കുമ്പോൾ എന്താണ് ഇവിടെ ഡിക്രീസിങ് ആണല്ലോ സംഭവിക്കുന്നത്, അതായത് ഡിസ്ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അതായത് കമ്പനിയുടെ അസറ്റ് പബ്ലിക്കിലേക്ക് കൊടുക്കുകയാണല്ലേ, അപ്പോൾ ഡിസ്ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ ആ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ എന്താണ് കിട്ടുന്ന പണമായിരിക്കാം. ഓക്കെ, ഒന്നെങ്കിൽ എന്താണ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ കിട്ടുന്ന പണമായിരിക്കാം, അല്ലെങ്കിൽ എന്താണ് ദ മണി റിസീവ്ഡ് ഇൻ ദ ഫോം ഓഫ് ബോറോയിങ് ഓർ റീപേയ്മെൻറ്റ് ഓഫ് ലോൺസ് ബൈ സ്റ്റേറ്റ്. അതായത് എന്താണ്, അല്ലെങ്കിൽ എന്താണ് മണി എന്ത് ചെയ്യാണ്, ബോറോയിങ് ആവാം, അല്ലെങ്കിൽ എന്താണ് റീപേയ്മെൻറ്റ് ഓഫ് ലോൺസ് ആവാം ബൈ സ്റ്റേറ്റ്സ്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇത് ക്യാപിറ്റൽ റെസിപ്റ്റ്സ്. ഇനി അതുപോലെ വരുന്നതാണ് ഏത്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഓക്കെ, എന്താണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ? എന്താണ് ഈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ് ടു ക്രിയേറ്റ് അസറ്റ് ടു റെഡ്യൂസ് ലയബിലിറ്റീസ്. അതായത് എന്താണ്, ഇതെന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? അസറ്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നു, പക്ഷേ എന്ത് ചെയ്യുന്നു, അവിടെ ലയബിലിറ്റീസ് എന്ത് ചെയ്യുന്ന കുറയാണ്. എന്താണ്? ഫോർ എക്സാമ്പിൾ, ഇറ്റ് കൺസിസ്റ്റ് ഓഫ്, ഇതെന്താ കിടങ്ങുന്നതാണ്, ദ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ബൈ ദി ഗവൺമെൻറ് ഓൺ ക്രിയേറ്റിംഗ് അസറ്റ് സച്ച് ആസ് റോഡ്സ് ആൻഡ് ഹോസ്പിറ്റൽസ് എക്സെട്ര. ഇപ്പോൾ ഉദാഹരണമായിട്ട് നാഷണൽ ഹൈവേ പ്രൊജക്റ്റുകൾ അല്ലേ, നാഷണൽ ഹൈവേ, അതുപോലെ തന്നെ ഹോസ്പിറ്റലാവാം, അല്ലെങ്കിൽ റെയിൽവേസ് ആവാം. നമുക്കറിയാം ഈ നാഷണൽ ഹൈവേ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ റെയിൽവേസ് ഇതൊക്കെ എന്താണ്, ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. തീർച്ചയായിട്ടും ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗവൺമെൻറ് എന്ത് ചെയ്യും, ആ പണം ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ എന്ത് ചെയ്യും, തിരിച്ചു കിട്ടും അല്ലേ. അപ്പോൾ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഗവൺമെൻറ് ലയബിലിറ്റീസ് കുറയാനുള്ള സാധ്യത ഉണ്ട്. ഒന്നെങ്കിൽ നമുക്ക് അതിനെ എന്ത് വിളിക്കാം, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് വിളിക്കാം. അതുമല്ല എന്നുണ്ടെങ്കിൽ ദ മണി ഗിവൺ ബൈ ദി ഗവൺമെൻറ് ഇൻ ദ ഫോം ഓഫ് ലോൺസ് ടു സ്റ്റേറ്റ് ഓർ റീപേയ്മെൻറ്റ് ഓഫ് ഇറ്റ്സ് ബോറോയിങ്. അതുപോലെ തന്നെ ഗവൺമെൻറ് സ്റ്റേറ്റിന് കൊടുക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഉദാഹരണമായിട്ട് യൂണിയൻ ഗവൺമെൻറ് സ്റ്റേറ്റ്സിലേക്ക് കൊടുക്കുന്ന പൈസ, അല്ലെങ്കിൽ നമ്മളെടുത്ത ലോണിന്, ഗവൺമെൻറ് എടുത്ത ലോണിന് എന്താണ്, ഗവൺമെൻറ് റീപേയ്മെൻറ്റ് ചെയ്യുന്നു. ഓക്കെ, എന്താണ് ഗവൺമെൻറ് റീപേയ്മെൻറ്റ് ചെയ്യുന്നത്, ഇതിനൊക്കെ നമ്മൾ എന്തായിട്ടാണ് കണക്കാക്കുന്നത്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ എന്തായിട്ടാണ് കണക്കാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തായിട്ടാണ് കണക്കാക്കുന്നത്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, കണക്കാക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ ക്യാപിറ്റൽ ബഡ്ജറ്റിലും രണ്ട് ഗ്രൂപ്പുണ്ട്, ഒന്നെന്താണ് ക്യാപിറ്റൽ റെസീപ്റ്റ്സും, ഒന്നെന്താണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും. ഓക്കെ, അപ്പോൾ ക്യാപിറ്റൽ ബഡ്ജറ്റിനെ രണ്ടായി തരംതിരിക്കാം. ഇനി നമുക്ക് ഓരോ ബഡ്ജറ്റുകളുടെയും പ്രത്യേകം നോക്കാം. നമ്മൾ പറഞ്ഞു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾ 112 ഇതിനെക്കുറിച്ച് പറയുന്നത്, ബഡ്ജറ്റിനെ കുറിച്ച് പറയുന്നത്. പക്ഷേ ശ്രദ്ധിക്കുക, ബഡ്ജറ്റ് എന്നുള്ളൊരു വാക്ക് ഡയറക്റ്റ്ലി നമുക്ക് എവിടെ കാണാൻ പറ്റില്ല, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയിൽ കാണാൻ പറ്റില്ല. നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന വാക്കാണ് ഏത്, ആനുവൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. എന്താണ് ആനുവൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ള വാക്കാണ് എന്ത് ചെയ്യുന്നത്, അവിടെ ഉപയോഗിക്കുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന വാക്ക് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്, ആനുവൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്. ഈ ബഡ്ജറ്റിൽ തന്നെ പല പല ബഡ്ജറ്റുകളുണ്ട്. അതിൽ ആദ്യത്തേതാണ് ഇത് ബാലൻസ്ഡ് ബഡ്ജറ്റ്. ഓക്കെ, ആദ്യത്തേതാണ് ഇത് ബാലൻസ്ഡ് ബഡ്ജറ്റ്. എന്താണ് ബാലൻസ്ഡ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എ ഗവൺമെൻറ് ബഡ്ജറ്റ് ഈസ് അസ്യൂംഡ് ടു ബി ബാലൻസ്ഡ് ഇഫ് ദ എക്സ്പെക്റ്റഡ് എക്സ്പെൻഡിച്ചർ ഈസ് ഈക്വൽ ടു ദി ആൻറ്റിസിപ്പേറ്റഡ് റെസീപ്റ്റ്സ് ഫോർ എ ഫിസിക്കൽ ഇയർ. ഏറ്റവും സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഗവൺമെൻറ്റിൻ്റെ വരവും ചെലവും ഈക്വൽ ആവുന്നൊരവസ്ഥയാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഗവൺമെൻറ് ഒരു വർഷം 1000 കോടി രൂപയാണ് ചിലവായി കണക്കാക്കിയെന്ന് വയ്ക്കാം. എന്നാൽ ഗവൺമെൻറ് വരുമാനവും അതേ വർഷം 1000 കോടി തന്നെ കണക്കാക്കുന്നു എന്ന് വയ്ക്കുക. ഫോർ എക്സാമ്പിളാണ് ഞാൻ പറയുന്നത്, ഒരിക്കലും സംഭവിക്കാത്തൊരു കാര്യമാണ്. ഓക്കെ, ഈ ഒരു ബഡ്ജറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇത് ബാലൻസ്ഡ് ബഡ്ജറ്റ്. ഓക്കെ, ഈ ഒരു ബഡ്ജറ്റിനെ നമുക്ക് എന്ത് പേരിൽ വിളിക്കാം,
ബാലൻസ്ഡ് ബഡ്ജറ്റ് എന്നുള്ള പേരിൽ വിളിക്കാം. അപ്പോൾ ഈ ബഡ്ജറ്റ് എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബഡ്ജറ്റ് അറിയപ്പെടുന്ന പേരാണ് ഇത് ബാലൻസ്ഡ് ബഡ്ജറ്റ്. ഇനി രണ്ടാമത്തേതാണ് ഇത് സർപ്ലസ് ബഡ്ജറ്റ്. എന്താണ് സർപ്ലസ് ബഡ്ജറ്റ്? എന്താണ്? എ ബഡ്ജറ്റ് ഈസ് സെറ്റ് ടു ബി സർപ്ലസ് വെൻ ദി എക്സ്പെക്റ്റഡ് റവന്യൂ surpass the estimated expenditure for the particular business year. Here the budget becomes the surplus when taxes imposed are higher than the expenses. അതായത് എന്ത് ചെയ്യുന്നു, ഗവൺമെൻറ്റിൻ്റെ വരുമാനം ഇപ്പോൾ വിവിധ രീതിയിലുള്ള ടാക്സ് ഒക്കെ ചുമത്തിയിട്ട് ഗവൺമെൻറ്റിൻ്റെ വരുമാനം വരവ് എന്ന് പറയുന്നത് എന്താണ്, ചെലവിനേക്കാൾ കൂടുതലാണ്. ഉദാഹരണമായിട്ട് ദ സെയിം എക്സാമ്പിൾ എടുക്കാം. ഗവൺമെൻറ്റിൻ്റെ വരുമാനം എന്ന് വിളിക്കുന്നത് ഒരു 2000 കോടി. ഓക്കെ, അതേസമയം എക്സ്പെൻഡിച്ചർ എന്ന് വിളിക്കുന്നത് 1500 കോടി. അതായത് ഇവിടെ എന്താണ്, ചിലവ് കുറവും വരുമാനം കൂടുതലുമാണ്. ഓക്കെ, ഈ ഒരു ആശയത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇത് സർപ്ലസ് ബഡ്ജറ്റ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ആശയത്തെ നമ്മൾ എന്ത് പേരിലാണ് വിളിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ആശയത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇത് സർപ്ലസ് ബഡ്ജറ്റ് എന്ന് വിളിക്കുന്നത്. പിന്നെ വരുന്നതാണ് ഇത് ഡെഫിസിറ്റ് ബഡ്ജറ്റ്. ഇത് കോമൺ ആയിട്ട് കാണുന്ന ഫിനോമിനയാണ് ഇത് ഡെഫിസിറ്റ് ബഡ്ജറ്റ്. എന്താണ് ഡെഫിസിറ്റ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എ ബഡ്ജറ്റ് ഈസ് ആൻ ഡെഫിസിറ്റ് ഇഫ് ദ എക്സ്പെൻഡിച്ചർ സർപ്പാസസ് ദ റവന്യൂ ഫോർ ദ ഡെസിഗ്നേറ്റഡ് ഇയർ. അതായത് ഗവൺമെൻറ് എന്ത് ചെയ്യും, ചെലവ് കൂടുതലും വരവ് കുറവും. ഫോർ എക്സാമ്പിൾ, ഗവൺമെൻറ്റിൻ്റെ ടോട്ടൽ വരവ് എന്ന് വിളിക്കുന്നത് 1000 കോടി, എന്നാൽ ചെലവ് എന്ന് വിളിക്കുന്നത് 2000 കോടി. ഓക്കെ, ഇത്തരമൊരാശയത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇത് ഡെഫിസിറ്റ് ബഡ്ജറ്റ്. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് പേര് വിളിക്കാം, ഡെഫിസിറ്റ് ബഡ്ജറ്റ് എന്നുള്ള പേരിൽ വിളിക്കാം. അപ്പോൾ ഇതിൽ തന്നെ ബാലൻസ്ഡ് ബഡ്ജറ്റ് ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് സർപ്ലസ് ബഡ്ജറ്റ് ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് ഡെഫിസിറ്റ് ബഡ്ജറ്റ് ഉണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും ബഡ്ജറ്റ് 3 ടൈപ്പിലുണ്ട്. ഒന്നാമത്തേതാണ് ഏത് ബാലൻസ്ഡ് ബഡ്ജറ്റ്, രണ്ടാമത്തേതാണ് ഏത് സർപ്ലസ് ബഡ്ജറ്റ്, മൂന്നാമത്തേതാണ് ഏത് ഡെഫിസിറ്റ് ബഡ്ജറ്റ് എന്നീ പേരുകളിൽ അറിയപ്പെടുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ സാധിക്കും. ക്ലിയർ? ഇനി ഗവൺമെൻറ് എങ്ങനെയാണ് ഈ ഡെഫിസിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഡെഫിസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഗവൺമെൻറ്റിന് വരുന്ന നഷ്ടമാണ്. ഓക്കെ, എന്താണ് നഷ്ടം? അതായത് നമുക്കറിയാം ഒരു ബഡ്ജറ്റിൽ തന്നെ എന്തുണ്ട്, ഇൻകവുമുണ്ട്, അതുപോലെ തന്നെ എന്താണ് എക്സ്പെൻഡിച്ചറുണ്ട്. ഏറ്റവും സിമ്പിളായി പറഞ്ഞാൽ ഒരു ബഡ്ജറ്റിൽ തന്നെ ഇൻകവുമുണ്ട് എക്സ്പെൻഡിച്ചറുമുണ്ട്. പക്ഷേ ഇൻകം എന്ന് പറയുന്നത് കുറയുകയും എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ഇൻകത്തേക്കാൾ കൂടുകയും ചെയ്യുന്ന അവസ്ഥയാണ് എന്ത്, ഡെഫിസിറ്റ് എന്ന് നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ ഇനി ഗവൺമെൻറ് എങ്ങനെയാണ് ഈ ഡെഫിസിറ്റ് കണക്കാക്കുന്നത്? അതിൽ ആദ്യത്തെ മെത്തേഡാണ് ഇത് റവന്യൂ ഡെഫിസിറ്റ്. എന്താണ് ആദ്യത്തെ മെത്തേഡാണ് ഇത് റവന്യൂ ഡെഫിസിറ്റ്. എന്താണ് റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് റെഫേഴ്സ് ടു ദ എക്സസ് ഓഫ് ഗവൺമെൻറ് റവന്യൂ എക്സ്പെൻഡിച്ചർ ഓവർ റവന്യൂ റെസീപ്റ്റ്സ്. അതായത് റവന്യൂ റെസീപ്റ്റ്സിനേക്കാൾ മുകളിൽ എന്ത് വരുന്നു, റവന്യൂ എക്സ്പെൻഡിച്ചർ വരുന്ന ഒരവസ്ഥയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇത് റവന്യൂ ഡെഫിസിറ്റ്. എന്താണ്, റവന്യൂ റെസീപ്റ്റ്സിനേക്കാൾ മുകളിൽ എന്ത് വരുന്നു, ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ. നമ്മൾ റവന്യൂ റെസീപ്റ്റ്സും റവന്യൂ എക്സ്പെൻഡിച്ചറും എന്താ നോക്കി, ഇത്രയേ ഉള്ളൂ. റവന്യൂ റെസീപ്റ്റ്സിനേക്കാൾ മുകളിൽ എന്ത് വരുന്നുണ്ട്, റവന്യൂ എക്സ്പെൻഡിച്ചർ വരുന്നുണ്ട്. സോ അപ്പോൾ റവന്യൂ ഡെഫിസിറ്റിൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും, റവന്യൂ എക്സ്പെൻഡിച്ചർ മൈനസ് റവന്യൂ റെസീപ്റ്റ്സ് ആണ് ഏതിൻ്റെ ഇക്വേഷൻ, റവന്യൂ ഡെഫിസിറ്റിൻ്റെ ഇക്വേഷൻ എന്ന് വിളിക്കുന്നത്. എന്താണ്, ദ റവന്യൂ ഡെഫിസിറ്റ് ഇൻക്ലൂഡ്സ് ഓൺലി സച്ചസ് ട്രാൻസാക്ഷൻസ് ദാറ്റ് അഫക്ട് ദ കറണ്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഓഫ് ദ ഗവൺമെൻറ്. ഗവൺമെൻറ്റിൻ്റെ കറണ്ട് ഇൻകവും എക്സ്പെൻഡിച്ചറും തമ്മിലുള്ള വ്യത്യാസത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഏതെന്ന് വിളിക്കുന്നത് റവന്യൂ ഡെഫിസിറ്റ്. വെൻ ഗവൺമെൻറ് ഇൻകേഴ്സ് എ റവന്യൂ ഡെഫിസിറ്റ് ഇറ്റ് ഇംപ്ലൈസ് ദാറ്റ് ദ ഗവൺമെൻറ് ഈസ് ഡിസേവിങ് ആൻഡ് യൂസിങ് അപ്പ് ദ സേവിങ് ഓഫ് അതർ സെക്ടേഴ്സ് ഓഫ് ദ എക്കോണമി ടു എ ഫൈനാൻഷ്യൽ പാർട്ട് ഓഫ് ദ കൺസംഷൻ എക്സ്പെൻഡിച്ചർ എന്നുള്ളതാണ്. അതായത് മറ്റ് പല സെക്ടേഴ്സിനെയും സേവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ചിലപ്പോൾ എന്ത് ക്രിയേറ്റ് ചെയ്യുന്നത്, റവന്യൂ ഡെഫിസിറ്റ് ക്രിയേറ്റ് ചെയ്യാറുള്ളത്. പിന്നെ വരുന്നൊരു വാക്കാണ് ഏത്, ഫിസിക്കൽ ഡെഫിസിറ്റ്. ഓക്കെ, പിന്നെ വരുന്ന വാക്കാണ് ഏത്, ഫിസിക്കൽ ഡെഫിസിറ്റ്. എന്താണ് ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ദ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ റിക്വയർമെൻറ്റ്സ് ആൻഡ് ഇറ്റ്സ് റെസീപ്റ്റ്സ്. This equal to the money of the government needs to borrow during the year. A surplus arises, receipts are more than expenditure. അതായത് എന്താണ്, ഫോർ എക്സാമ്പിൾ ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ എക്സ്പെൻഡിച്ചർ മൈനസ് റവന്യൂ റെസീപ്റ്റ്സ് പ്ലസ് നോൺ ഡെപ്റ്റ് ക്രിയേറ്റിംഗ് ക്യാപിറ്റൽ റെസീപ്റ്റ്സ്. അതായത്
നോൺ ഡെപ്റ്റ് ക്രിയേറ്റിംഗ് ക്യാപിറ്റൽ റെസിപ്റ്റ് പ്ലസ് റവന്യൂ റെസിപ്റ്റ്സ്. ഇത് രണ്ടും കൂടിയും കൂട്ടുകയും ഇതിൽ നിന്ന് നമ്മൾ എന്ത് കുറയ്ക്കണം? ടോട്ടൽ എക്സ്പെൻഡിച്ചർ കുറയ്ക്കുകയും ടോട്ടൽ എക്സ്പെൻഡിച്ചർ എന്നത് കുറയ്ക്കുകയും ചെയ്യണം. അപ്പോൾ കിട്ടുന്നതാണ് ഇത് ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇത് ഫിസിക്കൽ ഡെഫിസിറ്റ് എന്നുള്ള പേരിൽ വിളിക്കുന്നതായിട്ട് കാണാൻ പറ്റും. അതായത് ഇറ്റ് ഇൻഡിക്കേറ്റ് ദ ടോട്ടൽ ബോറോയിങ് റിക്വയർമെൻറ്റ്സ് ഓഫ് ദി ഗവൺമെൻറ് ഫ്രം ദ ഓൾ സോഴ്സസ്. അതായത് ഏതെല്ലാം സോഴ്സസിൽ നിന്ന് ഗവൺമെൻറ് ബോറോ ചെയ്യണം അല്ലേ. ഇപ്പം നമുക്കറിയാം ഗവൺമെൻറ് വരുമാനം കുറവാണെങ്കിൽ സ്വാഭാവികമായിട്ടും പല സോഴ്സസിൽ നിന്നും ഗവൺമെൻറ് എന്ത് ചെയ്യേണ്ടി വരും? ബോറോ ചെയ്യേണ്ടി വരും. അത് എക്കോണമിക്കലി അത് എല്ലാ രാജ്യങ്ങളിലും സംഭവിക്കുന്ന കാര്യവുമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഗവൺമെൻറ് എത്ര ബോറോ ചെയ്യണം എന്നറിയുന്നതിന് വേണ്ടി, ഓക്കെ, ഗവൺമെൻറ് എത്ര ബോറോ ചെയ്യണം എന്നറിയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കണക്കാക്കുന്നത്? ഫിസിക്കൽ ഡെഫിസിറ്റ് നമ്മൾ കണക്കാക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റുക. ആൻഡ് ഫ്രം ദ ഫൈനാൻസിങ് സൈഡ് ഗ്രോസ് ഫിസിക്കൽ ഡെഫിസിറ്റ്. ഓക്കെ, അവിടെ ഒരു ഇക്വേഷൻ കൂടിയുണ്ട്. ഫൈനാൻഷ്യൽ സൈഡ് നോക്കുകയാണെങ്കിൽ ഒരു ആശയമാണ് ഇത് ഗ്രോസ് ഫിസിക്കൽ ഡെഫിസിറ്റ്. എന്താണ് ഗ്രോസ് ഫിസിക്കൽ ഡെഫിസിറ്റിൻ്റെ ഇക്വേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? നെറ്റ് ബോറോയിങ് അറ്റ് ഹോം പ്ലസ് ബോറോയിങ് ഫ്രം RBI പ്ലസ് ബോറോയിങ് ഫ്രം എബ്രോഡ്. ഓക്കെ, 3 സ്ഥലങ്ങളിൽ നിന്നാണ് ബോറോ ചെയ്യുക. ഏതൊക്കെയാണ്? നെറ്റ് ബോറോയിങ് അറ്റ് ഹോം, RBI, ഫ്രം അബ്രോഡ്. ഇതും കൂടി 3 കൂടിയും കൂട്ടുമ്പോൾ കിട്ടുന്നതാണ് ഇത് ഫിസിക്കൽ ഡെഫിസിറ്റ്. ഇവിടെ നിങ്ങളോടധികം ഇക്വേഷൻസ് മാത്രമേ ചോദിക്കുള്ളൂ, അല്ലാണ്ട് ഓരോന്നും എന്താണ് എന്നൊന്നും ചോദിക്കാനുള്ള സാധ്യത കുറവാണ്. ഓക്കെ, പിന്നെ വരുന്ന ഒന്നാണ് ഇത് പ്രൈമറി ഡെഫിസിറ്റ്. ഓക്കെ, പിന്നെ വരുന്ന ഒരു ആശയമാണ് ഇത് പ്രൈമറി ഡെഫിസിറ്റ്. ഇനി എന്താണ് ഈ പ്രൈമറി ഡെഫിസിറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്ക് നോക്കാം. ദ പ്രൈമറി ഡെഫിസിറ്റ് ഈക്വൽസ് ഫിസിക്കൽ ഡെഫിസിറ്റ് മൈനസ് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്. അതായത് ഫിസിക്കൽ ഡെഫിസിറ്റ് നമ്മൾ എന്ത് കുറയ്ക്കണം? ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്സ് കുറയ്ക്കണം. ഓക്കെ, ഫിസിക്കൽ ഡെഫിസിറ്റ് എന്താണെന്നുള്ള കാര്യം നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തു? നമ്മൾ നോക്കി. ആ ഫിസിക്കൽ ഡെഫിസിറ്റിൽ നമ്മൾ എന്ത് കുറയ്ക്കണം? ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്സ് എന്ത് ചെയ്യണം? നമ്മൾ കുറച്ചിരിക്കണം. അതായത് ദിസ് ഇൻഡിക്കേറ്റ്സ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ദ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ റിക്വയർമെൻറ്റ്സ് ആൻഡ് ഇറ്റ്സ് റെസിപ്റ്റ് not taking into account the expenditure incurred on the interest payment on loans taken during the previous year എന്നുള്ളതാണ്. അതായത് ഇത് പ്രധാനമായിട്ടും എന്താണ് എന്തിൻ്റെ ഗ്യാപ്പാണ് കാണിക്കുന്നതെന്ന് വെച്ചെങ്കിൽ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ റിക്വയർമെൻറ്റ്സും അതിൻ്റെ റെസിപ്റ്റ്സും എൻ്റെ ഗ്യാപ്പാണ് കാണിക്കുന്നത്. ഇത്രയേ ഉള്ളൂ. പ്രൈമറി ഡെഫിസിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? നമ്മുടെ ഫിസിക്കൽ ഡെഫിസിറ്റിൽ നിന്ന് നമ്മൾ എന്ത് കുറച്ചിരിക്കണം? ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്സ് എന്ത് ചെയ്യണം? കുറയ്ക്കണം. ഓക്കെ, അപ്പോൾ പ്രൈമറി ഡെഫിസിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫിസിക്കൽ ഡെഫിസിറ്റിൽ നമ്മൾ എന്താണ് കുറയ്ക്കേണ്ടത്? ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്സ് കുറയ്ക്കുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇത് പ്രൈമറി ഡെഫിസിറ്റ് എന്നതുകൊണ്ട്. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പ്രൈമറി ഡെഫിസിറ്റ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റുക. ഇവിടെയും നിങ്ങൾക്ക് അധികവും എന്താണ് ചോദിക്കുക? ഇക്വേഷനാണ് ചോദിക്കുക, അല്ലാണ്ട് പ്രൈമറി ഡെഫിസിറ്റ് ഒന്നും ചോദിക്കില്ല. ഇനി എന്തിനാണ് ഈ ഡെഫിസിറ്റ് ഫിനാൻസിങ് ഇന്ത്യയിൽ ഉപയോഗിക്കുന്നത്? ഓക്കെ, അതായത് ഏതൊരു ഗവൺമെൻറ്, ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തധികം രാജ്യങ്ങളിലും വരുന്ന ഏതാണ്? ഈ ഡെഫിസിറ്റ് ഫൈനാൻസിങ് തന്നെയാണ്. അതായത് വരവിനേക്കാൾ കൂടുതൽ ഗവൺമെൻറ് എന്തുണ്ടാവാറുണ്ട്? ചിലവുണ്ടാവാറുണ്ട്. എന്താണ് അതിൻ്റെ റീസൺസ്? ദ ഡെഫിസിറ്റ് ഫൈനാൻസിങ് ഈസ് ഡിഫൈൻഡ് ആസ് ബോറോയിങ് ഫ്രം ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അഗെയിൻസ്റ്റ് ദ ഇഷ്യൂ ഓഫ് ട്രഷറി ബിൽസ് റണ്ണിങ് ഡൗൺ ദ അക്യുമുലേറ്റഡ് ക്യാഷ് ബാലൻസസ്. അതായത് കൃത്യമായ ക്യാഷ് ബാലൻസസ് ട്രഷറിയിലൊന്നും ഇല്ലാതെ വരുമ്പോൾ എന്താണ് നമ്മൾ എടുക്കുന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് എടുക്കുന്നതാണ് ഡെഫിസിറ്റ് ഫൈനാൻസിങ്. When the government borrows from the Reserve Bank of India, it is merely transfers its securities to the bank. പകരം എന്ത് ചെയ്യും? ബാങ്കിലേക്ക് അവരുടെ സെക്യൂരിറ്റീസ് എന്ത് ചെയ്യും? അവർ കൊടുക്കും. On the basis of these securities, the bank issues more currency and put them into circulation on the behalf of the government. അതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യും? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ത് ചെയ്യും? ഇന്ത്യൻ മാർക്കറ്റിലേക്ക് എന്ത് ചെയ്യും? കൂടുതൽ കറൻസി എത്തിക്കും ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട്. ഓക്കെ, ഇനി ഇതിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത്? റാഷണലിംഗ് ഫോർ ദ ഡെഫിസിറ്റ് ഫൈനാൻസിങ്. അതായത് സംടൈംസ് ദ ഗവൺമെൻറ് ഫെയിൽസ് ടു മൊബിലൈസ് ആഡ്വക്കേറ്റ് റിസോഴ്സസ്. അതായത് ചില സമയത്ത് ഗവൺമെൻറ്റിന് കൃത്യമായിട്ടുള്ള റിസോഴ്സസ് എന്ത് ചെയ്യാൻ പറ്റില്ല? എക്കോണമിയിലേക്ക് എത്തിക്കാൻ കഴിയാത്ത അവസ്ഥ വരും. ഇൻ ദിസ് സിറ്റുവേഷൻ ദ ഓപ്ഷൻ ഓഫ് ഡെഫിസിറ്റ് ഫൈനാൻസിങ് ഈസ് റിക്വയർഡ് ടു മീറ്റ് ഫിസിക്കൽ ഡെഫിസിറ്റ് ടാർഗറ്റ്. ഇഫ് ദ ഓപ്ഷൻ ടു ഡെഫിസിറ്റ് ഫൈനാൻസിങ് ഈസ് നോട്ട് യൂട്ടിലൈസ് ദി ഗവൺമെൻറ് എൻഡ്സ് അപ്പ് കോംപ്രമൈസിങ് ദ ഗ്രോത്ത് ടാർഗറ്റ്. അതായത് ഇത്രയേ ഉള്ളൂ. ഏറ്റവും സിമ്പിളായി മനസ്സിലാക്കിയാൽ മതി. ഇപ്പോൾ ആഡ്വക്കേറ്റ് റിസോഴ്സസ് എത്തിക്കാൻ പറ്റിയില്ലെങ്കിൽ അവിടെ ഗ്രോത്ത് റേറ്റിൽ വ്യത്യാസം വരും. ആ ഗ്രോത്ത് റേറ്റ് കുറയും. അങ്ങനെ കുറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് എന്ത് ചെയ്യുന്നത്? എന്തുപയോഗിക്കുന്നതായിട്ട് കാണാൻ പറ്റുക? ഇത്തരം ഡെഫിസിറ്റ് ബഡ്ജറ്റുകൾ ഉപയോഗിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റുക എന്നുള്ളതാണ്. ഇനി
ഇതിൽ നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ചില കീവേഡ്സ് ആണ്. ഒന്നാമത്തെയാണ് എന്ത്? റെസീപ്റ്റ്സ്. എന്താണ് റെസീപ്റ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇറ്റ് ഇൻഡിക്കേറ്റ് ദ മണി റിസീവ്ഡ് ബൈ ദി ഗവൺമെൻറ്. ഓക്കെ, ഗവൺമെൻറ്റിന് കിട്ടുന്ന മണിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇത് റെസീപ്റ്റ്സ്. അതായത് എന്താണ്? ദ മണി ഏൺഡ് ബൈ ഗവൺമെൻറ്. ചുരുക്കി പറഞ്ഞാൽ ഗവൺമെൻറ് എന്താണ്? ഏൺ ചെയ്യുന്ന പൈസ. ഓക്കെ, എന്താണ്? ഗവൺമെൻറ് ഏൺ ചെയ്യുന്ന പൈസ. ആൻഡ് ദ മണി ഇറ്റ് റിസീവ്സ് ഇൻ ദി ഫോം ഓഫ് ബോറോയിങ്സ് ഓർ റീപേയ്മെൻറ്റ് ഓഫ് ലോൺസ് ബൈ സ്റ്റേറ്റ്സ്. അതായത് എന്താണ്? സ്റ്റേറ്റിലെ ബോറോയിങ്സ് അല്ലെങ്കിൽ സ്റ്റേറ്റിന് കൊടുത്ത ലോണിൻ്റെ റീപേയ്മെൻ്റ് ഒക്കെ നമ്മൾ എന്തായിട്ടാണ് കണക്കാക്കുക? റെസീപ്റ്റ്സ് ആയിട്ടാണ് കണക്കാക്കുക. ഇനി രണ്ടെണ്ണം ഉണ്ട്, വീണ്ടും രണ്ടെണ്ണം വരുന്നുണ്ട്. ഒന്ന് പ്ലാൻ എക്സ്പെൻഡിച്ചറും ഒന്ന് നോൺ പ്ലാൻ എക്സ്പെൻഡിച്ചറും. പ്ലാൻ എക്സ്പെൻഡിച്ചർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഓൾ എക്സ്പെൻഡിച്ചേഴ്സ് ഡൺ ഇൻ ദ നെയിം ഓഫ് പ്ലാനിങ്. അതായത് പ്ലാനിങ്ങിൻ്റെ പേരിൽ നമ്മൾ ചിലവാക്കുന്നതാണ്. അതായത് കൃത്യമായിട്ട് ഇതിന് ഇത്ര രൂപ വേണ്ടി വരുമെന്ന് നമുക്കറിയാം. ഫോർ എക്സാമ്പിൾ 5 year plans were called plan expenditure. For example, expenditure on the electricity generation, irrigation, rural development, construction of road, bridges, canals. അതായത് ഇപ്പോൾ ഒരു കൊല്ലം ഗവൺമെൻറ് പല പല ഡെവലപ്മെൻറ്റ് പ്രൊജക്റ്റ് ഉണ്ടെന്ന് വയ്ക്കുക. നാഷണൽ ഹൈവേ, റെയിൽവേ, റോഡ് വേസ്, അല്ലേ? ഇങ്ങനെ പല പല പ്രൊജക്റ്റുകൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ റൂറൽ ഡെവലപ്മെൻറ്റ്, ഇതൊക്കെ എത്ര വേണം, അതായത് ഒരു വർഷം എത്ര വരെ ചിലവാക്കണം എന്ന് ഗവൺമെൻറ്റിന് കൃത്യമായ കണക്കുകളുണ്ട്. അത്രമാത്രം എന്ത് ചെയ്താൽ മതി? ചിലവാക്കിയാൽ മതി. അതായത് കൃത്യമായ കണക്കോടുകൂടി, കൃത്യമായ ലക്ഷ്യത്തോടു കൂടി ചിലവാക്കുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇത് പ്ലാൻ എക്സ്പെൻഡിച്ചർ എന്നുള്ള പേരിൽ വിളിക്കുന്നു. ഓക്കെ, അത്തരം കണക്കുകളെ നമ്മൾ എന്ത് പേരിലാണ് വിളിക്കുക? പ്ലാൻ എക്സ്പെൻഡിച്ചർ. ആൻഡ് അതല്ലാതെ വരുന്നതാണ് ഇത് നോൺ പ്ലാൻ എക്സ്പെൻഡിച്ചർ. എന്താണ് നോൺ പ്ലാൻ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ all expenditures other than plan expenditure were known as non plan expenditure. അതായത് പ്ലാൻ എക്സ്പെൻഡിച്ചർ അല്ലാത്തതിനെയൊക്കെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇത് ഈ നോൺ പ്ലാൻ എക്സ്പെൻഡിച്ചർ. ഓക്കെ, ഇനി എന്താണ് ഈ നോൺ പ്ലാൻ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഫോർ എക്സാമ്പിൾ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്. എത്ര രൂപ നമ്മൾ ഇൻട്രസ്റ്റ് ആയി കൊടുക്കേണ്ടി വരും? കൃത്യമായ കണക്ക് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം വീണ്ടും അധികം ലോൺ എടുത്ത് അധികം ഇൻട്രസ്റ്റ് കൊടുക്കണം. എത്ര പെൻഷനായി കൊടുക്കേണ്ടി വരും? അതുപോലെ തന്നെ സ്റ്റാറ്റ്യൂട്ടറി ട്രാൻസ്ഫേഴ്സ് ടു ദി സ്റ്റേറ്റ്. സംസ്ഥാനങ്ങൾക്ക് എത്ര കൊടുക്കേണ്ടി വരും? യൂണിയൻ ടെറിട്ടറീസ് ഗവൺമെൻറ്റിന് എത്ര കൊടുക്കേണ്ടി വരും? ഇത് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല, കാരണം അവരുടെ ആവശ്യം പലപ്പോഴും വ്യത്യസ്തമായിരിക്കും, അല്ലേ? ഇപ്പോൾ സ്റ്റേറ്റിൽ എന്തെങ്കിലും ഇഷ്യൂ വന്നാൽ അധികം പൈസ കൊടുക്കേണ്ടി വരും. യൂണിയൻ ടെറിട്ടറീസിൽ ഇഷ്യൂ വന്നാൽ അധികം പൈസ കൊടുക്കേണ്ടി വരും. അതുപോലെ ആർമിയുമായി ബന്ധപ്പെട്ടാവാം, അല്ലെങ്കിൽ യുദ്ധവുമായി ബന്ധപ്പെട്ടാവാം. ഇതൊന്നും കൃത്യമായിട്ടൊന്നുമില്ല, പ്ലാനിങ് ഇല്ല. ഇത് ഏത് സമയത്തും എന്തും സംഭവിക്കാമെന്നുള്ളതാണ്. കൃത്യമായിട്ട് ഇത്ര മാറ്റിവെക്കണം, അല്ലെങ്കിൽ ഒരു വർഷം ഇത്ര രൂപയെ ചിലവാവൂ എന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അത്തരം കാര്യങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇത് നോൺ പ്ലാൻ എക്സ്പെൻഡിച്ചർ. അതായത് മുൻകൂട്ടി നമുക്ക് എന്താണ് പ്ലാൻ ചെയ്യാത്ത കാര്യങ്ങളാണ് നമ്മൾ ഏത് കാറ്റഗറിയിൽ പെടുത്തിയിരിക്കുന്നത്? നോൺ പ്ലാൻ എക്സ്പെൻഡിച്ചർ എന്നുള്ള കാറ്റഗറിയിൽ പെടുത്തിരിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? കാണാൻ പറ്റുക. അതായത് കൃത്യമായിട്ട് എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളെയാണ് നമ്മൾ എന്ത് പേരിൽ വിളിക്കുന്നത്? നോൺ പ്ലാൻ എക്സ്പെൻഡിച്ചർ എന്നുള്ള പേരിൽ എന്ത് ചെയ്യുന്നത്? വിളിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എക്സ്പെൻഡിച്ചർ തന്നെ രണ്ട് തരത്തിലുണ്ട്. ഒന്നെന്താണ് പ്ലാൻ എക്സ്പെൻഡിച്ചറും, ഒന്നേതാണ് നോൺ പ്ലാൻ എക്സ്പെൻഡിച്ചറും. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇന്ത്യൻ ഫിസിക്കൽ സിസ്റ്റത്തിൽ നിന്ന് പ്രധാനമായിട്ട് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ എന്താണ് ഇന്ത്യൻ ഫിസിക്കൽ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയേ ഉള്ളൂ? ഒരു വർഷം ഗവൺമെൻറ് എങ്ങനെയൊക്കെ ബഡ്ജറ്റ് പാസ്സാക്കുന്നു, ആ ബഡ്ജറ്റിൽ എന്തൊക്കെ ഉണ്ട്? അത് റവന്യൂ ഉണ്ട്, അല്ലേ? ക്യാപിറ്റലും ഉണ്ട്. ഓക്കെ, റവന്യൂ റെസീപ്റ്റ്സ് ആവാം, ക്യാപിറ്റൽ റെസീപ്റ്റ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇത്തരം പ്ലാൻ എക്സ്പെൻഡിച്ചേഴ്സ് ആയിരിക്കാം, നോൺ പ്ലാൻ എക്സ്പെൻഡിച്ചേഴ്സ് ആയിരിക്കാം. ഇതെല്ലാം അടങ്ങുന്നതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഇത് ബഡ്ജറ്റ് എന്നുള്ള പേരിൽ വിളിക്കുന്നത്. അഥവാ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം എന്താണ് ആനുവൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ള പേരിൽ വിളിക്കുന്നത്. നമുക്കറിയാം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ 112 ഇതിനെക്കുറിച്ച് പറയുന്നത്. കൂടാതെ ആർട്ടിക്കിൾ 112 ക്ലോസ് 1 ഒരു ബഡ്ജറ്റിൽ എന്താണ്, അഥവാ ആനുവൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ വരവും ചിലവും കൃത്യമായി കാണിക്കണമെന്നും, കൂടാതെ ആർട്ടിക്കിൾ 112 ക്ലോസ് 2 പ്രകാരം വരവും ചിലവും സെപ്പറേറ്റ്ലി കാണിക്കണമെന്നും എന്ത് ചെയ്യുന്നുണ്ട്? പറയുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ടോട്ടൽ ഇത്തരം കംപ്ലീറ്റ് ട്രാൻസാക്ഷൻസിനെയൊക്കെയാണ് നമ്മൾ എന്ത് പേരിൽ വിളിക്കുന്നത്? ഇന്ത്യൻ ഫിസിക്കൽ സിസ്റ്റം എന്നുള്ള പേരിൽ വിളിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? കാണാൻ സാധിക്കുക. താങ്ക് യു.